ഹേ ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ബിഗ് ബോസ് സീസൺ 7 എത്തിയിരിക്കുകയാണ്. ഇത്രയും പേരാണ് നമ്മുടെ എന്താ പറയുക ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ഉള്ളത്. എല്ലാവരെയും ഏകദേശം നല്ല പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും കൂടുതലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സീസൺ 7 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഒന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് വീടാണ്. വീട് എല്ലാത്തിനും വെച്ച് എല്ലാ സീസണിലെയും വെച്ച് കുറച്ച് വ്യത്യസ്തമായൊരു വീടാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ജയിലാണ്. ജയിലെന്ന് പറയുമ്പോൾ പഴയ ജയിലിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇരിക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ 7ൻ്റെ പണിയല്ല, ഇതിപ്പോൾ 10ൻ്റെ പണിയാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഏകദേശം എനിക്ക് ആ വീട്ടിൽ ബിഗ് ബോസിലെന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആണ്. എല്ലാവരും നല്ല ഗെയിമറാണ്. എല്ലാവരും നല്ല രീതിക്ക് ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം നമ്മുടെ രേണുസുതി. രേണുസുതി നമ്മുടെ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് അവിടെയാണ് നമ്മുടെ ഇനി കളി തുടരുന്നത്. രേണുസുതി പുറത്ത് ഭയങ്കര നെഗറ്റീവായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ റീസെൻ്റ്ലി. പക്ഷേ ബിഗ് ബോസിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ ആളെ കളി തുടങ്ങി. കയറുമ്പോൾ തന്നെ ആൾ പറയുന്നത് സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ കയറുന്നത്. അപ്പോൾ ആൾ അവിടെ കാലെടുത്ത് വെച്ചെന്ന് തന്നെ ആളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ കോമണറായിട്ട് വന്ന നമുക്ക് അനീഷിനെ കുറിച്ചിട്ടാണ്. ആൾ ആരെയും അങ്ങനെ അടുപ്പിക്കുന്നില്ല. ആളെല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് പാലിച്ച് അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുക, എല്ലാവരെയും ഇട്ട് ചൊറിയുന്ന രീതിക്ക്. ബാക്കി നമുക്ക് അതിൽ